ഗുണ്ടൽപേട്ട് ടു ഈ മൈസൂർ എന്ന് പറഞ്ഞ റൂട്ട് നമുക്ക് നൈറ്റ് ടൈമിൽ അത്ര ഫാമിലി ആയിട്ട് പോകുമ്പോൾ അത്ര പ്രിഫേർഡ് മലയാളികൾക്ക് പറ്റിയൊരു വളരെ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ കാട്ടാന ഓടിക്കളിച്ച രാത്രി മൊത്തം ഇവിടെ ഒരു 1.5 മണിക്കൂർ എല്ലാവരെയും ഭീതിയിലായിട്ട് ഓടിക്കളിച്ച റോഡാട്ടത്. ഈ റോഡ് സൈഡിൽ തന്നെയാണ് സ്റ്റേ ഉള്ളത്. ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ്. ഞാൻ ഫാമിലിക്കൊപ്പം മൈസൂർ വരുന്ന ഒരു യാത്ര പോവുകയാണ്. നമ്മുടെ നാടുകാണി ചുരം വഴിയാണ് മൈസൂർക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതിൻ്റെ യാത്രാവിശേഷങ്ങളാണ് കൂടുതൽ. രാവിലെ ഒരു 7:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. സമയം ഇപ്പോൾ ഓൾറെഡി 8:45, 9 മണി ആവാറായി. അങ്ങോട്ടുള്ള ഈ റൂട്ട് എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. എല്ലാവർക്കും ഇത് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എന്തായാലും സമയത്തിന് അതിന് പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട്. എന്തായാലും ബാക്കി വിഷയങ്ങൾ വീഡിയോയിൽ കാണാം. സമയം 9:30 മണിയായി. കാലടി മറ്റൂരുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ വേണ്ടി കയറിയതാണ്. സത്യം പറഞ്ഞാൽ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറക്കം കറക്റ്റ് ആയില്ല. ഇവിടെ വീട്ടിൽ 1 മണി വരെ കറണ്ട് ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് കിടന്ന് രാവിലെ 6:30 എണിക്കുകയും ചെയ്തു. അതാണ് വീഡിയോയിൽ ഫേസ് ഇങ്ങനെ ഇരിക്കണേ. ഈ ഗ്യാസിൻ്റെ വില ഇന്ത്യൻ കോഫി ഹൗസിലെ സാധനങ്ങളുടെ വിലയിലൊന്നും ഇത് അഫക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. റീസണബിളാണ് അത്യാവശ്യം. എന്തായാലും ഇവിടുന്ന് യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ സമയം 10 മണിയായി. മൈസൂർ എത്തുമ്പോൾ എത്ര മണിയാവുന്നുണ്ട്. ഈ തിരക്ക് പിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുതുമല ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റ് പാസ് ചെയ്തോണം പോകാനായിട്ട്. ഓൾറെഡി അവിടെ ഒരു 9 മണി വരെ അവിടെ ലിമിറ്റ് ഉണ്ട്. പിന്നെ എത്ര സമയത്ത് അതിൽ കൂടെ പാസ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് നോക്കിയിട്ട് വേണം നമുക്കവിടെ പാസ് ചെയ്ത് പോകാനായിട്ട്. എന്നോട് പ്രശസ്തനായൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് യാത്ര തുടങ്ങുമ്പോഴും നമ്മുടെ ജില്ലയുടെ ബോർഡർ കിടക്കാനാണ്, അല്ലെങ്കിൽ ജില്ല കിടക്കാനാണ് ഏറ്റവും പാടുന്നുള്ളത്. ഞങ്ങൾ പെരുമ്പാവൂരുകാർക്ക് ഇതൊരു പുത്തിരിയുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ അങ്കമാലി കിടക്കണം, തിരുവനന്തപുരം ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മൂവാറ്റുപുഴ കിടക്കണം, അതുപോലെ തന്നെ ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എടപ്പള്ളി കിടക്കണം. ഏത് റൂട്ടിലേക്ക് പോയാലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ മൂന്നാർ ആ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നേരിയമംഗലം കിടക്കണം. ഇത്രയും സ്ഥലങ്ങൾ കിടക്കാമെന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. ടൈം എടുക്കും. ഇപ്പം തന്നെ ഒരു 1 hour മുകളിൽ നമുക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അങ്കമാലി കിടക്കുമ്പോൾ എന്തായാലും 1.5 മണിക്കൂറോളം ടൈം കൂടുതലെടുക്കും. കറൂറ്റിയിൽ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ CNG അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷേ ഇവിടെ CNG സ്റ്റോക്കില്ല. അപ്പോൾ എന്തായാലും നിർത്തിയല്ലേ, വെള്ളം മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 ലിറ്റർ മേടിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിക്ക് അങ്ങോട്ട് ചെക്ക് പോസ്റ്റിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഈ 2 ലിറ്ററിൻ്റെ ഇത് പറ്റില്ല. 1 ലിറ്റർ 2 ലിറ്റർ അതുപോലെ ബോട്ടിൽ പറ്റില്ല. അവർ ചെക്ക് പോസ്റ്റിൽ അവരതെടുത്ത് കളയും. അവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അടുത്ത ഭാഗത്ത് എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് 5 ലിറ്ററിൻ്റെ ക്യാൻ മേടിക്കാം. അപ്പോൾ ഇനി പോണ വഴിക്ക് നാട്ടികയിൽ ഒരു CNG പമ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് CNG അടിക്കാം. ഹൈവേയുടെ വർക്ക് കുറച്ചുകൂടിയും ഫാസ്റ്റാണ്. ഇപ്പോൾ ഈ മഴയൊക്കെ ആവുന്നതിന് മുമ്പ് കാര്യങ്ങൾ കുറച്ചുകൂടിയും ഫാസ്റ്റായിട്ട് തീർക്കാനായിരിക്കും പ്ലാൻ. കറൂറ്റി പമ്പിൽ നിന്നും CNG കിട്ടിയില്ല, അതുപോലെ ഈ നാട്ടികയിലെ പമ്പിൽ നിന്നും CNG കിട്ടിയില്ല. അപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഈ സ്ഥലത്തിൻ്റെ നന്ദിക്കര എത്തുന്നതിന് മുമ്പ് ഒരു CNGയുടെ പമ്പുണ്ട്, ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. അവിടെയാണ് ഇപ്പോൾ കയറിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് വരുന്നതിൻ്റെ സ്ഥിതി കുറച്ച് നാളത്തേക്ക് നാട്ടിക പമ്പിൽ CNG ഉണ്ടാവില്ല. നമ്മൾ ഹൈവേയിൽ കൊളത്തൂർ ബോർഡ് കണ്ടു കഴിഞ്ഞിട്ട് ഉള്ള പമ്പ് ഒരു HP പമ്പുണ്ട്. അവിടെ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് CNG ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൈപ്പ് ലൈൻ്റെ വർക്ക് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിൽ വെച്ചോ. ഇന്ന് നേരെ മൈസൂർക്ക് ഡ്രൈവ് ചെയ്തെത്താനായിരുന്നു പ്ലാൻ. അപ്പോൾ ഇത് സമയം ഇപ്പോൾ ഓൾറെഡി 11 മണി കഴിഞ്ഞു. നമ്മൾ സത്യം പറഞ്ഞാൽ തൃശ്ശൂർ വിട്ടിട്ടില്ല, തൃശ്ശൂർ ടൗണിൽ എത്തിയിട്ടില്ല. അപ്പോൾ നിലവിൽ പ്ലാൻ ഗൂഡല്ലൂരിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. നിലവിൽ ഗൂഡല്ലൂർ സ്റ്റേ ബുക്ക് ചെയ്തു. ഇന്ന് മൈസൂരിന് ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്ത് അത് ഗൂഡല്ലൂർ ബുക്ക് ചെയ്തു. ഇവിടെ നാളെ രാവിലെ ഗൂഡല്ലൂരിൽ നിന്ന് നേരെ മൈസൂർ വിടാനാണ് പ്ലാൻ. കുറച്ച് സമയം നഷ്ടം ഉണ്ടാവും, എന്നാലും ബെറ്റർ പ്ലാൻ അതൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഗൂഡല്ലൂർ കഴിഞ്ഞിട്ട് മുതുമല അതുപോലെ തന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് പാസ് ചെയ്യണം. പാസ് ചെയ്ത് ഗുണ്ടൽപേട്ട് ടു ഈ മൈസൂർ എന്ന് പറഞ്ഞ റൂട്ട് നമുക്ക് നൈറ്റ് ടൈമിൽ അത്ര ഫാമിലി ആയിട്ട് പോകുമ്പോൾ അത്ര പ്രിഫേർഡ് അല്ല. ഞങ്ങൾ ജെൻസ് ഉള്ളി ക്യാമ്പൊക്കെ ഞങ്ങൾ ഇഷ്ടപോലെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഫാമിലി ആയിട്ട് നൈറ്റ് ഡ്രൈവിന് അതർ സ്റ്റേറ്റ് ഡ്രൈവ് ചെയ്യാനും അതുപോലെ യാത്ര ചെയ്യാനും ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോഴത്തെ യാത്ര എന്തായാലും ഗൂഡല്ലൂരിൽ ആക്കിയിട്ട് എന്നിട്ട് നാളെ രാവിലെ തന്നെ ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർക്ക് പോകാനാണ് പ്ലാൻ.
അപ്പോൾ ഗൂഡല്ലൂർ ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ. അതുപോലെ തന്നെ ഈ യാത്രയുടെ എൻഡിൽ മൊത്തം എനിക്ക് ഹോട്ടൽ റൂം, ഫുഡ്, അതുപോലെ തന്നെ ഫ്യൂവൽ ഉൾപ്പെടെ എല്ലാ ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ടിപ്പിക്കലി ഇതൊരു പെട്രോൾ വെഹിക്കിളാണ്. ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ പിന്നെ ചെയ്യാം കേട്ടോ. ഈ വണ്ടിയിൽ ഞാൻ എന്തുകൊണ്ടാണ് CNG ആഡ് ചെയ്തതെന്നും എന്താണ് ഈ വണ്ടി ഞാൻ സെലക്ട് ചെയ്യാനുള്ള റീസണിനുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. സമയം വൈകിട്ട് 5 മണിയായിട്ട് നിലമ്പൂർ എത്തിയിട്ടുള്ളൂ. തൃശ്ശൂർ ടു നിലമ്പൂർ റൂട്ട് കുറച്ച് റഷായിരുന്നു. നമുക്കൊട്ടും വണ്ടി മൂവ് ചെയ്യാനുണ്ടായില്ല. പിന്നെ ഡെസ്റ്റിനേഷൻ ഗൂഡല്ലൂർ വരെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ കുറച്ച് സ്ലോ ആയിട്ട് വന്നാൽ ഒരു ഒന്നാമത് റഷ് ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടല്ല അത്. ഇപ്പം നിലവിൽ നിലമ്പൂർ എത്തിയുണ്ട്. ഇവിടെ നിന്ന് ഗൂഡല്ലൂർക്ക് 50 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഈ മസിനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന ആൾക്കാർ സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ ഇവിടുന്ന് പെരിന്തൽമണ്ണ, നിലമ്പൂർ, നാടുകാണി, അതുപോലെ തന്നെ ഗൂഡല്ലൂർ വന്നിട്ട് തെപ്പക്കാട് നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ മസിനഗുഡിക്ക് പോണത്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് 50 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയല്ല കേട്ടോ, 6 മണിയായി. 6 മണി സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഇവിടുന്ന് കവർ ചെയ്തിട്ട് ഇവിടുന്ന് ചായ കുടിച്ച് എന്നിട്ട് പോകാം. പിന്നെ വരുന്ന വഴിക്ക് നമ്മളൊന്ന് റെസ്റ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് നേരെ ചായ കുടിച്ചിട്ട് നേരെ ഗൂഡല്ലൂർ പിടിക്കാനാണ് പ്ലാൻ. നമ്മളിപ്പോൾ റീൽസിലൊക്കെ കാണുന്ന മറ്റേ തേക്ക് മരങ്ങൾ കാണുന്ന പ്ലോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലൈമറ്റ് നല്ല മൂടി കേട്ടോ. ഒരു മഴക്കോളുണ്ട്. വന്ന വഴിക്ക് പെരിന്തൽമണ്ണ കഴിഞ്ഞപ്പോൾ നമുക്ക് സഡനായിട്ട് മഴ കിട്ടിയായിരുന്നു. പിന്നെ തൊട്ടപ്പുറം കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രൈ ആയിട്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ നല്ലപോലെ ക്ലൗഡിയാണ്. ഈ ഏരിയ കുറച്ച് ഡ്രൈ ആണ്, അതിൻ്റേതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഡൈവേർഷൻ ഉണ്ട്. വണ്ടൂരിൽ നിന്ന് നമുക്ക് നല്ലൊരു ഡൈവേർഷൻ കിട്ടിയായിരുന്നു. അത് ഒരുപാട് കുറച്ച് ഉൾവഴികളൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ കയറി വന്നത്. അപ്പോൾ അത്യാവശ്യം ഡൈവേർഷൻ വഴിയിലുണ്ട്. ടൈമും കുറച്ച് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലാനിങ്ങിൽ റൂട്ടിൽ വരുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. നാടുകാണി ചുരം കയറി വരുമ്പോഴേ ഉള്ളൊരു ചെറിയൊരു ടീ സ്പോട്ടാണ് ടൈ കാണുന്നത്. നാടുകാണി എത്തുന്നതിന് മുമ്പായിട്ട് ചുരത്തിൽ കാണാൻ പറ്റും. കണ്ടോ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ? ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന വെഹിക്കിളും ഇവിടെ നിന്ന് സംസാരിക്കുന്ന ആളുകളിൽ സംസാരിക്കേണ്ട അതും, അതുപോലെ തന്നെ ഒരു ചീവീട് പോലെ എന്തൊരു സംഭവത്തിൻ്റെ ഒരു ശബ്ദവും, അത്ര ശബ്ദമുള്ളൂ. അപ്പോൾ എന്ത് സൈലൻ്റാണെന്നറിയോ കേട്ടാ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ അടിപൊളി വൈബാട്ടോ. എന്ത് രസം എന്നറിയോ. ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു മഴയോ ഇച്ചിരി കൂടി ഒരു തണുപ്പുള്ള സമയമാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ നല്ല ടോപ്പായിരിക്കും. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വന്നാലേ നമുക്കിത് ഇങ്ങനൊരു ഷോപ്പ് കാണാൻ പറ്റും. ഇതാണ് ദ ഫേമസ്, നാടുകാണിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഊട്ടി വർക്കി കമ്പനി എന്ന് പറയുന്നത്. ഇത് ലൈവ് ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഇത് മാത്രമല്ല വേറെ 1-2 ഷോപ്പുകൾ ഇവിടെ ഈ ഭാഗത്തും, അതുപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല നൈറ്റ് ടൈമിൽ ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ തന്നെയാണ് ഇത്. നമ്മളങ്ങനെ രാത്രി ഒരു 8:30 മണിയായപ്പോഴത്തേക്ക് നമുക്ക് ഗൂഡല്ലൂർ എത്തിയിട്ടാണ്. ഇവിടെയാണ് ഞാൻ സ്റ്റേ എടുത്തേക്കണേ. നമുക്ക് ഇവിടുന്ന് ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് മൈസൂർക്ക് വരുന്ന റൂട്ട്, ബന്ദിപ്പൂർ മൈസൂരൊക്കെ വരുന്ന റൂട്ട് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാം മുറൂസ് സ്റ്റേസ് ഇൻ എന്നും പറഞ്ഞിട്ട് റൂം കാണാം. ഗൂഡല്ലൂർ ഒരുപാട് സ്റ്റേസ് ഉണ്ട്. പക്ഷെ ഞാനിത് കാണിക്കാൻ കാരണം വെച്ചാൽ ഇതൊരു പ്രൊമോഷനൊന്നുമല്ല. ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ വരുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ നമ്മളൊരു എക്കണോമിക്കലായിട്ടുള്ള സ്റ്റേ നോക്കി വരുന്നവർക്ക് പറ്റിയൊരു സ്റ്റേ ആണിത്. എന്നുവെച്ചാൽ 1000 രൂപ കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം മാന്യമായ റൂം കിട്ടും. അത്യാവശ്യം നല്ല ബെഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ AC എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ സമ്മറിൽ ഇവിടെ ഒരു മോഡറേറ്റ് ക്ലൈമറ്റാണ്. ഒരു നേരിയ തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ തണുപ്പുണ്ട്. അപ്പോൾ ഈ തണുപ്പത്ത് ഇവിടെ ജസ്റ്റ് ഫാൻ ഇട്ടാൽ മതി. നമുക്കിവിടെ AC റൂംസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി AC റൂംസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1500 രൂപ റേഞ്ചിൽ അത്യാവശ്യം നീറ്റും ക്ലീൻ ആയിട്ടുള്ള ചെറിയ സ്പേസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ സ്പേസൊക്കെ ഉള്ള റൂം കിട്ടും. അപ്പോൾ ഇത് സ്റ്റേയുടെ ഡീറ്റെയിൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇത് സ്ക്രീനിലോ കൊടുത്തേക്കാം. ആവശ്യക്കാർ റൂട്ട് വരുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ടിലേക്ക് വരുമ്പോൾ രാത്രി യാത്ര ഒഴിവാക്കാനും ഒരു റെസ്റ്റ് എടുക്കാനും പറ്റിയ ഒരു ബെസ്റ്റ് ഒരു സ്റ്റോപ്പ് വരും. ഒരു മിഡിൽ സ്റ്റോപ്പാണ് ഗൂഡല്ലൂർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗൂഡല്ലൂർ വന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇനി രാവിലെ പോകണമെങ്കിൽ എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ മൈസൂർ പിടിക്കാമെന്നുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമുക്കിപ്പോൾ പോകണ വയ്ക്കുകയാണെങ്കിൽ തെപ്പക്കാട് നിന്ന് മസിനഗുഡി റൂട്ട് പോയിട്ട് മസിനഗുഡി റൂട്ടിൽ നമുക്ക് മൊയ റോഡ് പോകാം. മൊയ റോഡ് ഓൾറെഡി ഞാൻ വേറെ മറ്റു ചാനലിൽ മറ്റു ചാനലിൽ മക്കളിലൊക്കെ അത് ഓൾറെഡി ഞാൻ
അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ആ റൂട്ടിൽ ആനയും കരടിയും പുലിയും ഒക്കെ സൈറ്റിങ്സ് കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. ആ ജസ്റ്റ് അതോടും ഇൻക്ലൂഡ് ചെയ്തിട്ട് നേരെ മൈസൂർ പിടിക്കും. മൈസൂർ 2 ദിവസം എക്സ്പ്ലോർ ചെയ്യും, എന്നിട്ട് നേരെ തിരിച്ച് റൂട്ട് വരും. ഏത് റൂട്ട് റിട്ടേൺ പോകണം എന്നുള്ളത് ഒരു ഫിക്സ് ആയിട്ടില്ല. അത് നോക്കിയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഏത് റൂട്ടാണെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്ത് അത് ചെയ്യാം. ഞാൻ ഇന്നിവിടെ ബുക്ക് ചെയ്തേക്കുന്ന 1000 രൂപയുടെ നോൺ എ സി റൂമാണ്. ഞാൻ ആ റൂം കാണിച്ചു തരാം കേട്ടോ, ജസ്റ്റ് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം വർത്താന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നും പ്രതീക്ഷ ആരും വരുന്നത് ഈ കാണുന്നതാണ് ഈ സ്റ്റേയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതാണ് റിസപ്ഷൻ, ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രൻസ് കാര്യങ്ങൾ വരുന്നത്. ഇത്രയും സെറ്റപ്പ് കാര്യങ്ങളുള്ളൂ. ഇതിൽ ഈ 1000 റേഞ്ചുള്ള റൂംസ് വരുന്നത് ഈ താഴെയാണ്. ഇവിടെ മുകളിൽ എ സി റൂമും 1500 രൂപ റേഞ്ചിലുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത് ഒരു 1 നൈറ്റ് സ്റ്റേക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതല്ല സീസണുകളിൽ ഇതൊക്കെ ഫുള്ളായിരിക്കും കേട്ടോ സീസൺ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റെസ്റ്റോറൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഫുഡ് ഒന്നില്ല, നമുക്ക് ഇവരോട് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യാം. അതല്ലെങ്കിൽ വരുന്ന വഴിക്ക് പാർസൽ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നാൽ മതി. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് വരുന്ന വഴി മേടിച്ചിട്ട് വല്ലായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ കാട്ടാന ഓടിക്കളിച്ച രാത്രി മൊത്തം ഇവിടെ ഒരു 1.5 മണിക്കൂർ എല്ലാവരെയും ഭീതിയിലായിട്ട് ഓടിക്കളിച്ച റോഡാട്ടത്. ഈ റോഡ് സൈഡിൽ തന്നെയാണ് സ്റ്റേ ഉള്ളത്. ഞാൻ വണ്ടി നമ്മുടെ MG അവിടെയാണ് പാർക്ക് ചെയ്തേക്കണത്. അവിടെയാണ് പാർക്ക് ചെയ്തേക്കണത്. ഇന്നിവിടെ ആനയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. രാവിലെ ഇവിടെ മൊത്തം കുരങ്ങന്മാരായിരിക്കും. ഇതാണ് കേട്ടോ നമുക്ക് 1000 രൂപ തന്നെ കിട്ടുന്ന സ്റ്റേ. അത്യാവശ്യം വലിയ ക്യൂൺ സൈസ് അപ്പോൾ സൈസുള്ളൊരു ബെഡ്, ഫാൻ കാര്യങ്ങൾ, അത്രയും സെറ്റപ്പുള്ളൂ. ഇത്രയും സ്പേസ് അതിൻ്റെ അകത്തുള്ളൂ. പിന്നെ വാഷ്റൂം, ഇത്രയും സെറ്റപ്പ് കാര്യങ്ങളുള്ളൂ. എന്നാലും ഇവിടുത്തെ പൊതുവുള്ള റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ഫോർ മണിയാണ്. ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അവരിവിടെ ഡൈനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും. അത്യാവശ്യമുണ്ട്, ഒരുപാട് തണുപ്പുള്ള സമയമൊക്കെയാണെങ്കിൽ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. ഇതുവരെയുള്ള വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് രാവിലെ നമ്മുടെ യാത്ര തുടങ്ങും. ബാക്കി നമുക്ക് നാളെ മോർണിംഗ് കാണാം.